ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതം ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന അനേകര് ഇന്ന് വചനം കേൾക്കുന്നു. ദൈവത്തോട് അടുത്തു വരുകയും ജീവിതത്തിൽ എന്നും പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും കണ്ണുനീരുകളും മാത്രമായി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തകർന്ന ഒരു മനസ്സുമായി, പതറിപ്പോകുന്ന ഒരു മനസ്സുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വചനം കേൾക്കുന്നവർ പലരും കർത്താവിന്റെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ആ മനോഭാവത്തോടുകൂടി വന്ന് നിൽക്കുമ്പോൾ തന്നെയും നെഞ്ചു പൊട്ടുന്ന വേദനകളും പ്രയാസങ്ങളുമായിട്ട്, സഹിപ്പാൻ കഴിയാത്ത ദുഃഖങ്ങളുമായിട്ട് അനേകര് ഈ വചനത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, സഹിപ്പാൻ കഴിയാത്ത പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവികമായ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ജീവിതം തകർന്നു പോയ ചില മനുഷ്യരുടെ മധ്യത്തിൽ നാം നിൽക്കുമ്പോൾ, അതല്ല നമ്മളുടെ തന്നെ ജീവിതം തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ വിശുദ്ധ വചനങ്ങൾ എപ്രകാരം നമ്മളോട് സംസാരിക്കുന്നുവെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കണ്ണോടിച്ച് കാണുവാൻ സാധിക്കും. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 20-21 വാക്യങ്ങളാണ്. അപ്പോൾ ജോബ് എഴുന്നേറ്റു, തന്റെ മേലങ്കി കീറി തല ക്ഷൗരം ചെയ്തു. എന്നിട്ട് അവൻ നിലത്ത് വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്നു, നഗ്നനായി തന്നെ ഞാൻ പോകും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ദൈവമായ കർത്താവേ, നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വായിച്ചു കേട്ട വേദഭാഗം ഞങ്ങളോട് സംസാരിക്കണമേ. ഏറെ ദുഃഖത്തോടെ, പ്രയാസത്തോടെ, കണ്ണുനീരോടെ, കഷ്ടതയോടെ, സഹിപ്പാൻ കഴിയാത്ത വേദനകളോടെ പ്രയാസപ്പെട്ട് വേദനിച്ച് നിന്റെ മക്കൾ വചനം കേൾക്കുന്നല്ലോ കർത്താവേ, അവരോട് ചേർന്നിരിക്കണമേ. വായിച്ചു കേട്ട വേദഭാഗം പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കപ്പെടണമേ. അടിയനെ കഴുതയായിട്ട് മാത്രം നിർത്തണമേ. എല്ലാ മഹത്വം യേശു ക്രിസ്തു എടുക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിന്റെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം വായിച്ചു കേട്ട വേദഭാഗം യോബിന്റെ പുസ്തകത്തിൽ നിന്നാണ്. യോബ് എന്താണ് പറയുന്നത്? നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, നഗ്നന ഞാൻ പോകും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വളരെ ദുഃഖങ്ങളുടെ നടുവിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് യോബ് എന്ന് പറയുന്നത്. അവന്റെ വേദനകളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിലൊക്കെയും, അവന്റെ വേദനകളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ അവൻ ദൈവത്തോട് ചേർന്നിരുന്നു. ഇടയ്ക്ക് കൂട്ടുകാർ കടന്നു വരുന്നുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണോ നീ? സഹിപ്പാൻ കഴിയാത്ത ദുഃഖങ്ങളുടെ നടുവിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണോ? ജീവിതം മടുത്തുപോയി, എനിക്കൊരു രക്ഷയുമില്ല, ഞാൻ എത്ര കാലം ഈ നരകത്തിൽ കിടക്കും, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു, പക്ഷെ എനിക്ക് മാത്രം എന്നും ഈ കണ്ണുനീരുകളാണ്, നിരാശയാണ്, ദുഃഖങ്ങളാണ്, സഹിപ്പാൻ കഴിയാത്ത പ്രയാസങ്ങളാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ഒത്തിരി ഭാരപ്പെട്ട പ്രയാസങ്ങളുടെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും കാണാതെ മുറിക്കകത്തിരുന്ന്, ആരും കാണാത്ത സ്ഥലത്തിരുന്ന് കണ്ണുനീരോടെ കരയുന്ന നിമിഷങ്ങളാണ്. കടുത്ത നിരാശയുടെ നടുവിലൂടെ പോവുകയാണ്. എന്നാൽ യോബിന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു അധ്യായമുണ്ട്. ജീവിതത്തിൽ ഹൃദയത്തിന്റെ താമര പലകളിൽ നാരായം കൊണ്ട് എഴുതി ചേർക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഇത് മറ്റൊന്നുമല്ല, യോബ് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തോട് ചേർന്ന് നിന്നു. ജീവിതം തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഏത് തകരുന്ന നിമിഷങ്ങളിലും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം വെച്ച് പുലർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ, ദൈവത്തിന്റെ വചനത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം വളരെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. യോബിന്റെ ജീവിതം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു. ദൈവ പൈതലേ, എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നീ വചനം കേൾക്കുമ്പോൾ അറിഞ്ഞുകൊള്ളുക, ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ വ്യക്തിയാണെങ്കിലും നീ അറിഞ്ഞുകൊള്ളുക, കർത്താവ് നിന്നെ എടുത്തുയർത്തും.
നിന്റെ പ്രതിസന്ധികളെല്ലാം മാറും, നിന്റെ തകർച്ചകളെല്ലാം മാറും. ദൈവം നിനക്കൊരു നല്ല കാലം വരുത്തും. നിനക്ക് ഒരു സന്തോഷകാലമുണ്ട്. നീ വിശ്വസിക്കുക. യോബിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷകാലം അവന് നൽകി. നഷ്ടപ്പെട്ടതിനെല്ലാം ഇരട്ടിയായിട്ട് കർത്താവ് അവന് കൊടുക്കുന്ന കാഴ്ച നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ആ പ്രതിസന്ധികളുടെ നടുവിൽ യോബിന്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനോട് ചേർന്ന് നിൽക്കുമെന്ന് യോബ് വളരെ സ്പഷ്ടമായി പറയുകയാണ്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കും. യോബ് 13:15 നമുക്ക് കാണുവാൻ സാധിക്കും. യോബിന്റെ പുസ്തകം 13:15 പറയുകയാണ്, എന്നെ കൊന്നാൽ ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രത്യാശയാണ് നമുക്ക് ആദ്യം വേണ്ടത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം തകർന്നു പോയി, എന്നും പ്രതിസന്ധികളാണ്, എന്നും ദുഃഖങ്ങളാണ്, എന്നും രോഗങ്ങളാണ്, എന്നും തകർച്ചകളാണ്, എന്നും സാമ്പത്തിക കടബാധ്യതകളാണ്, സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്. നല്ലൊരു വീടില്ല, നല്ലൊരു വാഹനമില്ല, നല്ലൊരു ജീവിത സാഹചര്യങ്ങളില്ല, നല്ലൊരു ജോലിയില്ല, പ്രതിസന്ധികളാണ്, വീട്ടിലൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നില്ല, മക്കളില്ലാത്ത അവസ്ഥ, തകർന്നിരിക്കുകയാണ്, പതറിപ്പോയിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്നറിയില്ല. ആ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ കരമുയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നിരുന്ന് യോബിനെ പോലെ പറയണം, കർത്താവേ, എത്ര പ്രതിസന്ധി വന്നാലും ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും, ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. നീ മാത്രമാണ് എനിക്ക് ആശ്രയം. കണ്ണുനീർ ധാരധാരയായി ഒഴുകട്ടെ. മനുഷ്യർ നിങ്ങളെ പുച്ഛിച്ചേക്കാം, നിങ്ങളെ തകർത്തേക്കാം, നിങ്ങളെ നോക്കി ആളുകൾ പരിഹസിച്ചേക്കാം. അവരെ വിട്ടുകളയുക. അവരോടുള്ള ബന്ധത്തിൽ നിന്ന് പരിഹസിക്കുന്നവരുടെ മുമ്പിൽ അവരെ നോക്കി നമ്മൾ തിരിച്ചു പരിഹസിക്കുവാനോ അതിനെ ന്യായീകരിക്കാനോ പോകരുത്. അവരെ മാറ്റിക്കളയുക. മുട്ടുമടക്കി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, യോബിന്റെ ദൈവമേ, എന്നോട് കരുണയായിരിക്കണമേ. ഞാൻ എൻ്റെ ഈ പ്രതിസന്ധിയുടെ, ഈ നട്ടം തിരിയുന്ന വേദനകളുടെ നടുവിൽ നിന്നിൽ ഞാൻ ആശ്രയം വയ്ക്കുകയാണ്, നിന്നിൽ മാത്രം ഞാൻ ആശ്രയം വയ്ക്കുകയാണ്. ആ പ്രാർത്ഥന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം തകർന്നു പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് ആയിരിക്കണം. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യോബ് ഒരിക്കലും ദൈവത്തോട് പരിഭവങ്ങൾ ഉണ്ടാകുന്നില്ല. നിന്റെ ജീവിതം തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ദൈവത്തെ ഇന്ന് പലരെയും കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ ശപിക്കുകയാണ്. എന്തിനാണ് ദൈവം എനിക്ക് പ്രതിസന്ധി തന്നത്? എന്തിനാണ് എൻ്റെ മക്കളുടെ ജീവിതം എടുത്തത്? എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതം എടുത്തു പോയത് എന്തിനാണ്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം എന്താണ്? എൻ്റെ സാമ്പത്തിക അടിത്തറ ഇളകാൻ കാരണം എന്താണ്? എൻ്റെ ബിസിനസ് തകരാനുള്ള കാരണം എന്താണ്? പ്രിയമുള്ളവരെ, ഓർമ്മിപ്പിക്കട്ടെ, യോബ് ഒരിക്കലും ജനിച്ച ദിവസത്തെ അദ്ദേഹം ശപിച്ചു, പക്ഷേ ദൈവത്തെ ഒരിക്കലും ശപിച്ചില്ല. ദൈവത്തോട് പരിഭവങ്ങളില്ല, ദൈവത്തോട് പരാതികളില്ല. ദൈവത്തിന് സ്തോത്രം പറയുകയാണത്. ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. മക്കൾ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ, ജീവിതം നഷ്ടപ്പെട്ടു പോയ കടുത്ത സാമ്പത്തിക തകർച്ചകളുടെ നടുവിലൂടെ പോകുന്ന ഒരു സ്ത്രീ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആ സ്ത്രീ, അവര് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, പാട്ടുപാടുമ്പോൾ, കഷ്ടനഷ്ടങ്ങൾ നേരിടുമ്പോൾ ഞാൻ ഭാഗ്യവാനായി തീരുമെന്ന് കണ്ണുനീരിന്റെ നടുവിൽ നിന്ന് പാടുകയാണ്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, ദുഃഖങ്ങൾ സാരമില്ല എന്ന് നമ്മൾ പാട്ടുപാടും. പക്ഷെ കഷ്ടതകൾ വരുമ്പോൾ ആ പാട്ട് പാടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം തിരിച്ചറിയുക. ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും നമുക്ക് ചേർന്ന് നിൽക്കാം. നീ തകർന്ന ഒരു ഹൃദയമുള്ളൊരു വ്യക്തിയാണോ? നിന്റെ ജീവിതം മറ്റുള്ളവരിട്ട് പന്താടിക്കൊണ്ടിരിക്കുകയാണോ? നിനക്ക് വീട്ടിലൊരു സ്വസ്ഥതയില്ലേ? നിന്നെ വീട്ടുകാർ മുഴുവൻ കുത്തുവാക്കുകളും പഴിവാക്കുകളും പറഞ്ഞുകൊണ്ട് സഹിപ്പാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ വീടൊരു നരക തുല്യമായിട്ട് നീ വീട്ടിൽ നിൽക്കുകയാണോ? നീ പേടിക്കണ്ട. ദൈവത്തെ ശപിക്കരുത്, മനുഷ്യരോട് പരിഭവങ്ങളരുത്, ദൈവത്തുമായിട്ടുള്ള ബന്ധം നീ വിട്ടുപോകരുത്. ദൈവത്തെ മുറുകെ പിടിക്കുക. നിന്റെ പ്രതിസന്ധികൾ മാറാൻ പോവുകയാണ്, നിന്റെ ദുഃഖങ്ങൾ മാറാൻ പോവുകയാണ്, നിന്റെ കണ്ണുനീർ ദൈവം എടുത്തു മാറ്റാൻ പോവുകയാണ്. ദൈവപൈതലെ, നിശ്ചയമായും നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. നീ പതറിപ്പോകരുത്, നീ തളർന്നു പോകരുത്. നിന്റെയോട് ദൈവം ചേർന്ന് നിൽക്കും. നിന്റെ ഭാരങ്ങളിൽ, നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ ദുഃഖങ്ങളിൽ കർത്താവ് നിന്നെ കൈപിടിച്ചെടുത്തും. ഒന്നിനെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട. കർത്താവ് നിന്റെ മേൽ പ്രവർത്തിക്കും. നിന്റെ കണ്ണുനീരുകളെല്ലാം തുടയ്ക്കും. നിന്റെ കഷ്ടതകള്, നിന്റെ കുടുംബത്തിന്റെ കഷ്ടതകളെല്ലാം മാറിപ്പോകും. ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും നീ ചേർന്ന് നിൽക്കുക. ചില മനുഷ്യരുണ്ട്, ജീവിതത്തിൽ സഹിപ്പാൻ കഴിയാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ നെഞ്ചു പൊട്ടിക്കരയുന്ന അവസ്ഥകള്. ആരുമായി കണ്ണുനീര് കാണില്ല. നമ്മളൊന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ കണ്ണുനീര് കാണാനായിട്ട് ആരും ഉണ്ടാവുകയില്ല. എല്ലാവരും അവരുടേതായ ഭാഗങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ മാത്രം ആശ്രയം വെക്കുക. യേശു നിന്റെ കണ്ണുനീർ തുടയ്ക്കും. മാർത്തയുടെയും മറിയുടെയും കണ്ണുനീർ തുടച്ച് ലാസറിനെ ഉയർപ്പിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. വിധവയുടെ കണ്ണുനീർ തുടച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. സാരാഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് തീർന്നു പോകാതെ, എണ്ണ വറ്റിപ്പോകാതെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. മുൾപ്പടർപ്പിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ, മുള്ളുകളുടെ നടുവിൽ നിന്നെ കത്തിക്കാതെ ചാമ്പലാക്കാതെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനോട് നമുക്ക് ചേർന്ന് നിൽക്കുക. നിന്റെ ഭാരങ്ങൾ മാറിപ്പോകും, നിന്റെ പ്രയാസങ്ങൾ മാറിപ്പോകും. യോബിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം നിന്നെയും എടുത്തുയർത്തും. നിന്റെ കണ്ണുനീരുകളെല്ലാം, പ്രയാസങ്ങളെല്ലാം മാറിപ്പോകും. കർത്താവ് നിന്നോട് ചേർന്ന് നിൽക്കും. നിനക്ക് ഒത്തിരി ഭാരങ്ങളുണ്ട്, നിനക്ക് ഒരുപാട് തകർച്ചകളുണ്ട്. ഈ നെഞ്ചിന്റെ ഹൃദയത്തിൽ ദുഃഖം തളം കെട്ടി കിടക്കുകയാണ്. ശരീരം അതുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രാത്രി പോലും നിനക്ക് സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. സ്വസ്ഥതക്കേടുകൾ മാത്രമാണ്. ഒരു സന്തോഷമുള്ളൊരു കാലം കണ്ടിട്ട് ഒത്തിരി കാലങ്ങളായി. നീ പേടിക്കണ്ട, ദൈവം നിനക്ക് വേണ്ടി ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ കണ്ണുനീരുകൾ ദൈവം തുടയ്ക്കും, നിന്റെ പ്രയാസങ്ങൾ ദൈവം തുടയ്ക്കും. നീ ഒത്തിരി ഭാരത്തിന്റെ നടുവിലൂടെ പോവുകയാണ്. കർത്താവ് നിന്റെ മേൽ പ്രവർത്തിക്കും. ദൈവപൈതലേ, നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് യോബിനെ പോലെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്കായിരിക്കുവാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം, കർത്താവ് കൂടെയുണ്ട്. പേടിക്കണ്ട, അവൻ നിന്റെ കൂടെ തന്നെയുണ്ട്. അവൻ നിന്നെ വഴി നടത്തും. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ജീവിതം തകർന്നു പോയവർ കേൾക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതം തകർന്നിരിക്കുന്ന നിമിഷങ്ങളിലും യോബ് കർത്താവിന്റെ നിയന്ത്രണത്തിലാണ്. കർത്താവിന്റെ നിയന്ത്രണത്തിലാണ്. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുകയാണ്, നിനക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. ജീവിതം തകർന്നുപോയ നിമിഷങ്ങളിൽ, തകർന്നു പോയിരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ പ്രാർത്ഥിച്ച് അനേക ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ജീവിതത്തിൽ ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളുണ്ട്, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ഉത്തരം കിട്ടിയില്ലെങ്കിൽ നീ പേടിക്കണ്ട. നോ എന്നാണ് ഉത്തരമെങ്കിൽ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ അവിടെ നീ സ്വപ്നം കണ്ട നിന്റെ ഒരു കാര്യമായിരിക്കാം, നീ ഒരുപാട് ആഗ്രഹിച്ച മോഹിച്ച ഒരു കാര്യമായിരിക്കാം. പക്ഷെ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയാണ്, മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ അത് നിനക്ക് ഒട്ടും ഇഷ്ടകരമല്ലാത്തൊരു റിസൾട്ടാണ്. നോ എന്നാണെങ്കിൽ ദൈവവേദനയിലെ നീ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് ദൈവമാണ്. നിന്റെ ജീവിതത്തിലെ പദ്ധതികൾ ഇനി തീരുമാനിക്കുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്തത്. നീ അറിഞ്ഞുകൊള്ളുക, നിനക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നിന്റെ കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങൾക്ക് ദൈവം ഉത്തരം നൽകാത്തത്. നീ ചിന്തിക്കുന്നതിനപ്പുറത്ത് വലിയ പദ്ധതികൾ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു യോബ്. നീ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണോ കടന്നു പോകുന്നത്? നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ ദുഃഖങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ എങ്ങനെയാണ്, പ്രതിസന്ധികൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, കണ്ണുനീരുകൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ആൺകുട്ടി പറയുകയാണ്, ജീവിതം തകർന്നു പോയി, ജീവിതം നഷ്ടപ്പെട്ടു പോയച്ച. കൂടെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒന്നാമതായിട്ട് പഠിച്ച കുട്ടിയാണ്, 1ാം റാങ്കുകാരനായിരുന്നു. SLCക്ക് എല്ലാത്തിനും A+ ആണ്, 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+ ആണ്. +2 പോയി അവിടെയും A+ കിട്ടി. ഡിഗ്രിക്ക് പോയി റാങ്കോട് കൂടി നല്ല റാങ്കാണ്, മാർക്കാണ്. പക്ഷേ എൻ്റെ കൂടെ ഒന്നും പഠിക്കാത്തവരും എൻ്റെ കൂടെ ഒന്നിനും കൊള്ളാത്തവരൊക്കെ ഇന്ന് വളരെ വളർന്നു വലുതായി പല വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുകയാണ്. ഞാൻ എന്നും ഈ കുപ്പക്കുഴിയിൽ തന്നെ കിടക്കുകയാണ്. എൻ്റെ വീട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് കുപ്പത്തൊട്ടിയിൽ കിടന്നാലും നിന്നെ എടുത്തുയർത്തുന്ന, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. യേശുവിലേക്ക് കടന്നു വരിക. യേശു നിന്റെ ജീവിതം മാറ്റിമറിക്കും. നീ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തിയായിരിക്കാം ഈ വചനം കേൾക്കുന്നത്. നിനക്കൊരു വാക്ക് യേശു എന്ന് വിളിക്കുവാൻ സാധിക്കുന്നുണ്ടോ? യേശുവേ നീ കരുണയായിരിക്കണമേ, യേശുനാഥ നീ കരുണയായിരിക്കണമേ, കർത്താവെ നീ കരുണയായിരിക്കണമേ. നിന്റെ മേൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും.
ഭാരപ്പെടേണ്ട ആവശ്യമില്ല, തകരേണ്ട ആവശ്യമില്ല, പതറേണ്ട ആവശ്യമില്ല. യേശു നിന്റെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്റെ പ്രതിസന്ധികളുടെ, നിന്റെ ദുഃഖങ്ങളുടെ കാലഘട്ടങ്ങളിൽ, ജീവിതം തകർന്നു പോകുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ മാത്രം ഇരിക്കുക. മനുഷ്യരുടെ നിയന്ത്രണത്തിലായിരിക്കരുത്. മനുഷ്യർ നിന്നെ ചതിക്കാൻ ശ്രമിക്കും. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞ് ഉപദേശിച്ചു തരും. പക്ഷെ ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ മാത്രം ഈ ചെവിയിലൂടെ കേൾക്കുക. കർത്താവ് നിന്നെ എടുത്തുയർത്തും. കർത്താവ് നിന്നെ എടുത്തുയർത്തും. നീ പേടിക്കണ്ട. നീ പോകുന്ന വഴികളിലെല്ലാം കർത്താവ് നിനക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കും. യെശയ്യാ പുസ്തകം 30-20 വാക്യം. കർത്താവ് നിനക്ക് കഷ്ടത്തിന്റെ ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം നൽകിയാലും ഇനി നിന്റെ സൃഷ്ടാവ് മറഞ്ഞിരിക്കില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ മകനെ മകളെ ഇതാകുന്ന വഴിയെന്ന് പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും. നീ പേടിക്കില്ല, നീ തകരില്ല, നീ പതറിപ്പോകില്ല. നിന്റെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്വർണം ഒരുക്കുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കടന്നു ചെന്നാലും അവൻ എല്ലാവരോടും ഈ സ്വർണ്ണപ്പണിക്കാരൻ സംസാരിക്കും. പക്ഷെ അവൻ്റെ കണ്ണ് മുഴുവൻ എവിടെയാണ്? ഈ സ്വർണത്തിലാണ്. കാരണം ഒരു തരിമ്പ് പോലും നഷ്ടപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെയാണ് ദൈവപൈതലെ നിന്റെ ജീവിതം. നിന്റെ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. ക്രിസ്തു നിന്റെ മേൽ പ്രവർത്തിക്കും. നിന്നെ അവൻ നശിപ്പിക്കില്ല. നിന്നെ തളടിയാവാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ, നിനക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, നിനക്ക് ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ പടികളാണ്. ഒരുപക്ഷെ നിന്നെ നോക്കിയിട്ട് മനുഷ്യൻ മുഴുവൻ ശപിച്ചേക്കാം, നിന്നെ പരിഹസിച്ചേക്കാം, പുച്ഛിച്ചേക്കാം. ഓരോ പുച്ഛങ്ങളും, ഓരോ പരിഹാസങ്ങളും, ഓരോ ശാപങ്ങളും നിന്റെ മേൽ കുമിഞ്ഞുകൂടുന്ന അനുഗ്രഹങ്ങളാക്കി കർത്താവ് മാറ്റിത്തരും. കർത്താവ് നിന്റെ മേൽ വലിയ അത്ഭുതം പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, നാലാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ജീവിതം തകർന്നു പോയവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യോബിന്റെ ജീവിതമായിട്ട് പരിശോധിക്കുമ്പോൾ അവൻ്റെ തകർച്ചയുടെ മധ്യത്തിലും അവൻ്റെ കുടുംബത്തോട് അവൻ ചേർന്ന് നിന്നു. കുടുംബത്തിൽ നിന്ന് അവൻ ഒരുപാട് പ്രതിസന്ധികൾ ഏറ്റുവാങ്ങി. ഭാര്യ പറഞ്ഞു ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മരിച്ചു കളയാൻ വരെ പറയുമ്പോഴും അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മുടെ കുടുംബക്കാരെല്ലാം പലപ്പോഴും നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം നമ്മളെ തകർത്ത് കളയുന്ന നിമിഷങ്ങളുണ്ടായിരിക്കാം. നമ്മളെ നോക്കിയിട്ട് പുച്ഛിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മളെ നോക്കിയിട്ട് പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ ഒരുപാട് വീടിന് വേണ്ടി എരിഞ്ഞടങ്ങിയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തിക്താനുഭവങ്ങളായിരിക്കാം. സ്വന്തം സഹോദരങ്ങൾ വരെ നമുക്കെതിരായേക്കാം, മാതാപിതാക്കൾ എതിരായേക്കാം. എന്നാൽ യോബ് ദൈവത്തോട് ചേർന്ന് നിന്നപോലെ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ, ജീവിതം ദുഷ്കരമാകുമ്പോൾ, കഷ്ടത്തിന്റെ കാലഘട്ടങ്ങളിൽ, കണ്ണുനീരിന്റെ കാലഘട്ടത്തിൽ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന യോബിനെ പോലെ നമുക്ക് കുടുംബക്കാരെ പഴിക്കണ്ട, നമ്മുടെ വീട്ടുകാരെ പഴിക്കണ്ട, ദൈവത്തോട് ചേർന്ന് നിൽക്കാം. കടലാസ് കീറുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾ തകർത്ത് കളഞ്ഞ ചില മനുഷ്യരുണ്ടായിരിക്കാം, ചില കുടുംബാംഗങ്ങളുണ്ടായിരിക്കാം. അവരോടൊക്കെ നമുക്ക് വെറുപ്പും വിദ്വേഷവുമായിരിക്കാം, അവരോടൊക്കെ നമുക്ക് ദേഷ്യമായിരിക്കാം. ഭാരപ്പെടേണ്ട കേട്ടോ, തകരേണ്ട ആവശ്യമില്ല. അവരോട് വെറുപ്പ് വിദ്വേഷം ഒന്നും വെച്ച് പുലർത്തണ്ട. അഞ്ചാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യോബ്, നീ നിന്റെ കുടുംബത്തോട് ചേർന്നിരുന്ന് കഴുതയെപ്പോലെ ജോലി എടുത്തിട്ടും നിന്നെ അവർ പരിഹസിക്കുകയാണെങ്കിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ ഒരുക്കുന്ന വലിയ പദ്ധതികളാണെന്ന് നീ അത് തിരിച്ചറിയുക. യോബിന്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. കർത്താവ് നിന്റെ മേൽ കരുണ ചെയ്യും. നീ ഭാരപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട. ദൈവം നിന്റെ മേൽ കരുണ ചൊരിയും. കർത്താവിന്റെ കരുണ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പരീക്ഷണങ്ങൾക്ക് സ്വയം വിട്ടുകൊടുക്കുന്ന യോബിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യോബിന്റെ പുസ്തകം 23-10 വാക്യം പറയുകയാണ്, ഞാൻ പോകുന്ന വഴി അവൻ അറിയാം, അവൻ എന്നെ പരീക്ഷിക്കുമ്പോൾ ഞാൻ പൊന്നുപോലെ വരും. ഈ യോബ് ഓർമ്മിപ്പിക്കുകയാണ്, പരീക്ഷണങ്ങൾ കടന്നു വന്നാലും, പ്രതിസന്ധികൾ കടന്നു വന്നാലും, ദുഃഖങ്ങൾ കടന്നു വന്നാലും, ദുരിതങ്ങൾ കടന്നു വന്നാലും കർത്താവിന്റെ കരുണ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളുടെ കൂടെയും കർത്താവിന്റെ കരുണയുണ്ട്. ഈ പേടിക്കേണ്ട ആവശ്യമില്ല, തകരേണ്ട ആവശ്യമില്ല. കർത്താവ് പരീക്ഷണങ്ങളുടെ മധ്യത്തിൽ, ഘോര വൈദികളുടെ നടുവിൽ അവൻ മേശയൊരുക്കും. പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, കർത്താവെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് ആവർത്തിച്ച് ചൊല്ലുക. കർത്താവ് വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ മേൽ പ്രവർത്തിക്കും.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് കാതോർത്ത് നിൽക്കാം. യേശു ക്രിസ്തു മാറ്റമില്ലാത്തവനാണ്. അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം: ദൈവമായ കർത്താവേ, ഞാൻ ഈ വചനം കേട്ട് കഴിയുമ്പോൾ, ഈ വചനത്തിൻ്റെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ നീ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആറാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന, ജീവിതം തകർന്നു പോകുമ്പോൾ നാം ചെയ്യേണ്ട ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നുള്ളതാണ്. ഈ കഷ്ടകാലമെല്ലാം മാറിപ്പോകും. ഈ പ്രയാസ കാലഘട്ടങ്ങളെല്ലാം മാറിപ്പോകും. ഈ ദുഃഖകാലഘട്ടങ്ങളെല്ലാം മാറിപ്പോകും. തകർന്നിരിക്കുന്ന ഒരു മനുഷ്യന്, ഒരു കൂട്ടുകാരിക്ക് ഈ വചന സന്ദേശം അയച്ചു കൊടുത്തിട്ട് പറയുക: നിന്റെ കാലങ്ങളെല്ലാം, നിന്റെ കഷ്ടതകളെല്ലാം മാറിപ്പോകും, നിന്റെ പ്രയാസങ്ങളെല്ലാം മാറിപ്പോകും, നിനക്കൊരു നല്ല കാലം ഉണ്ടാകും, കർത്താവ് നിന്റെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ പ്രത്യാശ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരു കപ്പൽ മുങ്ങാൻ പോവുകയാണ്. കപ്പലിലുള്ള എല്ലാവരും വളരെയധികം വേദനിച്ചുകൊണ്ട് ആർത്ത് നിലവിളിക്കുകയാണ്, ഭാരപ്പെടുകയാണ്. വലിയ കാറ്റും കോളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഈ കപ്പൽ ഉടഞ്ഞു പോയേക്കാം. ഇത് കപ്പൽ തിരമാലയിൽപ്പെട്ട് കപ്പൽ മറിഞ്ഞ് ഇതിലുള്ള മുഴുവൻ ആളുകളും മരിക്കും. എല്ലാവരും ഭാരപ്പെട്ട് ഓടുകയാണ്. കപ്പലിന്റെ അടിത്തട്ടിൽ ഒരു പെൺകുട്ടി മാത്രം ശാന്തസുന്ദരമായി കിടന്നുറങ്ങുകയാണ്. അവൾ വിളിച്ചെടുപ്പിക്കുകയാണ്: വളരെ എഴുന്നേൽക്കുന്നില്ലേ? ഇതാ കപ്പൽ മുങ്ങാൻ പോവുകയാണ്, നമുക്ക് എങ്ങനെയും രക്ഷപ്പെടണം. അവൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്: ഈ കപ്പലിന്റെ അമരത്ത് ആരുണ്ട്? ഈ കപ്പലിന്റെ കപ്പിത്താൻ ആരാണ്? അവർ പറഞ്ഞു: നിന്റെ പപ്പ തന്നെയാണ് ഇപ്പോഴും ഈ കപ്പലിന്റെ കപ്പിത്താൻ. പക്ഷെ ഏത് നിമിഷം കപ്പൽ മറിഞ്ഞു പോയേക്കാം. അവൾ ഇന്ന് പുഞ്ചിരിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി അവളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്: നീ എന്താണ് ഉറങ്ങുന്നത്? അവൾ പറയുകയാണ്: ഇതിലും വലിയ കാറ്റും കോളും ഉണ്ടായ നിമിഷങ്ങളിലൊക്കെയും, ഇതിലും വലിയ തിരമാലകൾ ആഞ്ഞടിച്ച കാലഘട്ടങ്ങളിലൊക്കെയും ഈ കപ്പലിനെ എൻ്റെ പപ്പ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ അമരത്ത് ആരുണ്ട്? നിന്റെ അമരത്ത് ആരാണ്? കർത്താവ് മാത്രമാണോ? യേശുക്രിസ്തു മാത്രമാണോ? യേശു നിന്റെ അമരത്തുണ്ടെങ്കിൽ നിന്റെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ, നിന്റെ ജീവിതം തകർന്നു പോകുമ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. നീ എവിടെയാണോ തകർന്നത് അവിടുന്ന് ദൈവം എടുത്ത് നിന്നെ ഉയർത്തും. നീ എവിടെയാണോ പതറിപ്പോയത് ദൈവം നിന്നെ ഉന്നതങ്ങളിലേക്ക് പറത്തും. നീ എവിടെയാണോ തോറ്റുപോയത് ദൈവം നിനക്ക് ഉന്നത വിജയം നൽകും. ദൈവസന്നിധിയിലേക്ക് നീ ചേർന്ന് നിൽക്കുക മാത്രം ചെയ്താൽ മതി. ദൈവത്തിലുള്ള പ്രത്യാശയോ അത് നാം വിട്ടുകളയരുത്. 135 സങ്കീർത്തനം 14 വാക്യം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്: അവൻ തന്റെ ദാസന്മാരോട് കരുണ കാണിക്കും. നീ ഭാരപ്പെടേണ്ട, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. നിന്നെ നോക്കി വരിഞ്ഞു മുറുക്കി നിന്നെ തകർക്കാൻ മനുഷ്യർ ശ്രമിച്ച് നിന്റെ നേരെ കല്ലെറിയുന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞുകൊള്ളുക, ആ കല്ല് കൊണ്ട് നീ കോട്ട കെട്ടി ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിലുള്ള പ്രത്യാശ നീ കൈവിട്ട് കളയരുത്. ദൈവം നിന്നെ എടുത്തുയർത്തും. നിന്റെ പ്രതിസന്ധികളിൽ ദൈവം ഇറങ്ങി വരും. നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവ് വാക്കുമാറാത്തവനാണ്. നീ ചിന്തിക്കുന്നതിനപ്പുറത്ത് ദൈവം നിന്നെ എടുത്തുയർത്തും. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. ഏഴാമതായിട്ട്, ജീവിതം തകർന്നു പോയ ഇയ്യോബ് ചെയ്തൊരു കാര്യം, തൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം? നമ്മൾ വെറുതെ ഓടിച്ചു വിടുന്ന പ്രാർത്ഥനകളാണ്. പക്ഷെ ജീവിതം തകർന്നു പോയ നിമിഷങ്ങളിൽ ഇയ്യോബ് നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് നിലവിളിക്കുന്നത്. നീ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, ഈ പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ, നിന്റെ കുടുംബ പ്രാർത്ഥനയിൽ, നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കണ്ണുനീരൊഴുക്കി നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഹൃദയം തകർന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു നാണ മനോഭാവമാണ്. നമുക്കൊരു നാണം തോന്നും. മനുഷ്യരെന്നാ തോന്നും? മനുഷ്യരെന്നെ പരിഹസിക്കില്ലേ? മനുഷ്യരെന്നെ കളിയാക്കില്ലേ? നീ ആരെയും നോക്കണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക. നീ എത്രയധികം ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കാവോ അത്രയധികം കർത്താവ് അത്ഭുതങ്ങൾ നിന്റെ മേൽ പ്രവർത്തിക്കും. നിശ്ചയമായ കാര്യമാണ്.
യൗസേപ്പ് പൊട്ടക്കിണറ്റിൽ കിടന്ന് കണ്ണീരൊഴുക്കിയപ്പോൾ ആ കണ്ണീര് കണ്ടിട്ട് അവനെ പുറത്തെടുത്ത് നേരെ വീട്ടിലേക്ക് സഹോദരങ്ങൾ കൊണ്ടുപോയില്ല. അവന്റെ മേലങ്കി വലിച്ചൂരി മാറ്റി വീണ്ടും അവനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, മിഥ്യാന്യർക്ക് വിൽക്കുകയാണ്. നിനക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നീ വിചാരിക്കും നിനക്ക് പെട്ടെന്ന് സന്തോഷ കാലഘട്ടം, മനുഷ്യരൊക്കെ നിന്നെ സഹായിക്കും. വെറുതെയാണ്. ആ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ നിന്റെ കുപ്പായം മനുഷ്യർ വലിച്ചൂറും. പക്ഷേ കിലോമീറ്ററുകൾക്കപ്പുറത്ത് മിസ്രൈം രാജകൊട്ടാരത്തിൽ യൗസേപ്പിന്റെ കുപ്പായം സഹോദരങ്ങൾ വലിച്ചൂരിയ സ്ഥാനത്ത് രാജാവിന് തുല്യമായ ഒരു മേലങ്കി മിസ്രൈം രാജകൊട്ടാരത്തിൽ യഹോവയായ ദൈവം അവന് വേണ്ടി അന്നേ ചെയ്തിരുന്നു. ഈ ദൈവം എന്നും ജീവിക്കുന്നുണ്ട്. യേശുവിൽ മാത്രം ആശ്രയം വയ്ക്കുക. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരുടെയിൽ ഒരേ ഒരു നാമം, അത് യേശു നാമം മാത്രമാണ്. യേശുവിനെ മുറുകെ പിടിക്കുക. യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. യേശു നിന്നെ വഴി നടത്തും. യേശു നിന്നെ സഹായിക്കും. യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നീ തകരില്ല, നീ പതറില്ല, നീ തളർന്നു പോകില്ല. ദൈവം നിന്നെ എടുത്തുയർത്തും. അവൻ വാനമേഘത്തിൽ വരാറായി. അവൻ വീണ്ടും വരാറായി. നീ തോറ്റെടുത്ത് നിന്നെ ഉയർത്താൻ ശക്തനായവന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമുക്ക് നോക്കി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം തലകളമണക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഭാരത്തിലൂടെ, പ്രയാസങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങൾ. സഹിപ്പാൻ കഴിയാത്ത ഒത്തിരി പ്രയാസങ്ങളുണ്ട്, നെടുവീർപ്പുകളുണ്ട്. ഒരു സ്വസ്ഥതയുമില്ലാത്ത ജീവിതമാണ്, തകർന്നുപോയ ജീവിതമാണ്, പതറിപ്പോയ ജീവിതമാണ്. എന്നും പ്രതിസന്ധികളാണ്, എന്നും ദുഃഖങ്ങളാണ്. എത്ര കാലം ഞാൻ ഈ കണ്ണുനീരോടെ കടന്നു പോകും? ജീവിതം തകർന്നു പോയൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. എൻ്റെ ദൈവമേ, നീ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖങ്ങൾ എന്താണെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ കർത്താവേ. നീ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ഈ നിമിഷങ്ങളിൽ ഏത് വിഷയത്തെ പ്രതി പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ കർത്താവെ നീ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കണ്ണുനീരുകളെ തുടയ്ക്കണം, പ്രയാസങ്ങളെ മാറ്റിത്തരണം. നീ കരുണ ചൊരിയണമേ. ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.